ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ഈ ബൈസ്രൻ വാലിയിലേക്ക് കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കടന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് അവിടെ കൂടുതൽ സുരക്ഷ കൈവരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് തിരച്ചിൽ ദൗത്യത്തിനും അതുപോലെ തന്നെ പ്രത്യാക്രമണത്തിനും കൂടുതൽ സാധ്യതയുണ്ട്. നിലവിൽ എന്തായാലും അതെല്ലാം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഈ ആക്രമണം നടന്ന പ്രദേശത്ത് ബൈസ്രൻ വാലിയിലേക്കും അതുപോലെ തന്നെ പഹൽഗാമിൻ്റെ മറ്റിടങ്ങളിലേക്കും കൂടുതൽ പാരാമിലിറ്ററി അതുപോലെ കരസേനാ വിഭാഗത്തെ നിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കടന്നിരിക്കുന്നത്. അദ്ദേഹം കരസേനാ മേധാവിയായിട്ടും അതുപോലെ നാവികസേന വ്യോമസേന മേധാവികളുമായിട്ടും ഇതിനോടകം സംസാരിച്ചിരിക്കുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ നിലവിൽ പെഹൽഗാമിലും കാശ്മീരിലുമുള്ള സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ കൂടുതൽ സേനയെ ഈ പ്രദേശങ്ങളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് കൈക്കൊണ്ടിരിക്കുന്നത്. 12 മണിക്ക് എന്തായാലും ഡൽഹിയിൽ ഈ ഉപസമിതി യോഗം ചേരും. സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടും ഏത് രീതിയിലായിരിക്കണം ഇതിന് മറുപടി നൽകേണ്ടത്, പ്രത്യാക്രമണം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് പ്രധാന അജണ്ടയാക്കി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ സുരക്ഷാ ഉപസമിതി യോഗം ചേരാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും എന്തായാലും മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് TRFനെ എങ്ങനെ നേരിടാൻ പോകുന്നു എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ധാരണകളും മറ്റ് കാര്യങ്ങളും എന്തായാലും പുറത്തു വരിക എന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കശ്മീരിൽ പ്രത്യേകിച്ചും ഈ പെഹൽഗാം താഴ്വരയിലടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അത് വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ ആളുകൾ കൂടുതൽ സുരക്ഷാ സേനകൾ എത്തി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർശനമായ തിരിച്ചടി അവിടെ നൽകുന്നുണ്ട്. ബരാമുള്ളയിൽ 2 ഭീകരരെ വധിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നുഴഞ്ഞുകയറ്റ ശ്രമം ഉറി സെക്ടറിൽ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സൈന്യം വളരെ ശക്തമായ ആക്ഷനിലേക്ക് കടന്നിട്ടുമുണ്ട്. അപ്പോൾ കൂടുതൽ തീവ്രവാദികൾ തുഴഞ്ഞു കയറിയിരിക്കാം. ഒരുപക്ഷെ ഇതിന് തുടരാക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന നിലയിലുള്ള സംശയം സുരക്ഷാ സംവിധാനങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ തിരിക്കൽ എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും 2 ഇടത്ത് പ്രകോപനമുണ്ടായത്. രണ്ടും ഈ ഭീകരാക്രമണത്തിന് ശേഷമാണ്. ഒന്ന് ഇന്ന് പുലർച്ചെ 3 മണിക്ക് പൂഞ്ചിലായിരുന്നു. അവിടെ ഷെല്ലാക്രമണം നടക്കുന്നു, വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു. പക്ഷേ കൃത്യമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ കരസേന തിരിച്ചടിക്കുന്നു. അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെയോടെയാണ് ഈ ഉരിതാൽ മേഖലയിൽ ബാരാമുള്ള മേഖലയിൽ നിയന്ത്രണ രേഖയോടടുത്ത് 3 ഭീകരർ നുഴഞ്ഞു കയറി എന്നുള്ള വിവരം ലഭിച്ചു. അത് സുരക്ഷാ സേന കണ്ടെത്തി. പിന്നാലെ തന്നെ പ്രത്യാക്രമണം നടത്തി. അതിൽ 2 ഭീകരരെ വധിച്ചതായിട്ടുള്ള സ്ഥിരീകരിച്ച വിവരം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്നും വലിയ AK-47 റൈഫിൾ അടക്കമുള്ള തോക്കുകൾ, വെടിയുണ്ടകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒരു തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമതൊരു ഭീകരനുണ്ട് എന്നുള്ളൊരു സംശയം നിലവിൽ എന്തായാലും ആ സുരക്ഷാ സേനയ്ക്ക് അവിടെ ഉണ്ടായിരുന്നവർക്കുണ്ട്. അതെല്ലാം കണക്കിലെടുത്ത് ആ മൂന്നാമത്തെ ഭീകരൻ എവിടെയാണ് എന്നുള്ള കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ദൗത്യം തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാരാമുള്ളയിലേക്കും കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ പ്രതിരോധ മന്ത്രാലയം കടന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത് സൈന്യത്തിനൊപ്പം തന്നെ പാരാമിലിറ്ററിയും ഈ പറയുന്ന മേഖലകളിലേക്ക് പൂഞ്ച് അതുപോലെ തന്നെ ഉറി, ഈ ബാരാമുള്ള, പെഹൽഗാം മേഖലകളിലേക്ക് കൂടുതലായി വരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രത്യാക്രമണം കൃത്യമായി നടത്തുക എന്നുള്ളതാണ്. ഈ ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടൊരു സന്ദേശം കൃത്യമായിട്ടും TRFനും പാകിസ്ഥാനും നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് പാരാമിലിറ്ററിയും ഇപ്പോൾ കളത്തിൽ ഇറക്കിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി അവിടെ ഇതിനോടകം ജമ്മു കാശ്മീർ പോലീസിനെയും വിന്യസിച്ചിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ശ്രീനഗറിൽ നിന്നും മൃതശരീരങ്ങൾ ആദ്യഘട്ടത്തിൽ 26 ഈ മൃതശരീരങ്ങളെല്ലാം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവരും. 11:30 പ്രത്യേക വിമാനങ്ങളിൽ ഡൽഹിയിലേക്കും മുംബൈയിലേക്കും ഈ മൃതശരീരങ്ങൾ അതിനോടൊപ്പം ഇവരുടെ കുടുംബം മുഴുവൻ വരുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതിനുശേഷം ഇവിടെ നിന്നും ഉച്ചയോടെയുള്ള വിമാനങ്ങളിലാണ് 1 മണിക്കും 2 മണിക്കും ശേഷമുള്ള വിമാനങ്ങളിലാണ് സ്വന്തം നാടുകളിലേക്ക് സ്വദേശങ്ങളിലേക്ക് ഇവരെ എല്ലാവരെയും കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കും കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുന്നത്.